നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഏത് ദിവസം എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫലം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കും ചിട്ടയോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഈ മേടം രാശിയിലുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വിനി ദേവനാണ് ദേവത എന്ന് നമ്മളൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ ജൂൺ 16 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തില് നല്ല തുടക്കങ്ങൾക്കൊക്കെയുള്ള സമയമാണ്. പുതിയ പുതിയ തുടക്കങ്ങൾ, അതായത് പുതിയ സംരംഭങ്ങൾ, പുതിയ ജോലികൾ, അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ, എന്തുമായിക്കട്ടെ പുതിയൊരു കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 16നും 20നും ഇടയ്ക്കുള്ള തീയതികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമായിരിക്കും. ഈ സമയത്തൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ വേഗം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ വേഗത കൂടുന്ന ഒരു സമയമാണ്. എല്ലാത്തിലും ഏകാഗ്രമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വിജയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമയം കൂടുതൽ വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും ട്രാവൽ ഏജൻസി, അതുപോലെയൊക്കെയുള്ള വാഹനം, സ്പോർട്സ് എന്നീ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് ഈ കാലം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങള്. അപ്പോൾ നിങ്ങൾ ഈ സമയങ്ങളിൽ ഈ മേഖലയിലുള്ളവരൊന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ച് ചെയ്യുക. വളരെ വലിയൊരു നേട്ടം നിങ്ങൾക്ക് തേടിയെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ടീം വർക്കായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ 25-ന് ശേഷം ആ ടീമിന്റെ ഒരു നേതൃത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. തൊഴിൽപരമായിട്ട് ഇപ്പോൾ ആശങ്കയിൽ നിൽക്കുന്ന എല്ലാവരും അശ്വതി നക്ഷത്രക്കാർ ഈ 16 മുതൽ 20 വരെയുള്ള തീയതികളിൽ ഒന്ന് പരിശ്രമിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നിങ്ങൾ പുതിയ തുടക്കങ്ങൾ എന്തും തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീയതികൾ നമ്മൾ ആദ്യം പറയാം. ജൂൺ 18, 22, 28 തീയതികൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാമ്പത്തികപരമായിട്ട് ചെയ്യുന്നതെല്ലാം വൻ നേട്ടത്തിലേക്ക് എത്തുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനലാഭമൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ബോണസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാതെ കിടന്ന ബോണസ് ഒക്കെ കിട്ടുന്നു, ഇൻസെന്റീവ് ഒക്കെ വരാം. ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഭാഗ്യക്കുറികളൊക്കെ വന്നു ചേരാം. പക്ഷേങ്കിൽ നിങ്ങൾ ചില നിക്ഷേപങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ നിക്ഷേപങ്ങൾ ചെയ്യുന്ന ദിവസം ഒരിക്കലും 21 അല്ലെങ്കിൽ 29 തീയതിയോ ആവരുത്. കാരണം ധൃതി പിടിച്ച് ഇങ്ങനെ 21 അല്ലെങ്കിൽ 29 ഒക്കെ ചേരുന്ന പദ്ധതികളിൽ നിങ്ങൾ ചതിയിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഡേറ്റുകളൊക്കെ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ ഊർജ്ജസ്വലതയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങൾ ആരോടെങ്കിലും പ്രണയം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹമൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ജൂൺ 19 തീയതി അല്ലെങ്കിൽ 27 തീയതി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഈ ദിവസങ്ങളിലൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ നേരായ ബന്ധങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആ അഭ്യർത്ഥനയുമായി ചെല്ലുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദര തുല്യരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ ഒരു തർക്കമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ജൂൺ 24-ന്. അതുകൊണ്ട് ജൂൺ 24 തീയതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള തർക്കങ്ങളിലേക്കൊന്നും ചെന്ന് ചാടരുത്. അത് ചെറിയ ചെറിയ വിപത്തുകൾക്കൊക്കെ കാരണം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു അപകട സാധ്യതയൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ അപകട സാധ്യത വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ജൂൺ 23, 30 തീയതികളിലാണ് ഇതിനുള്ള ഒരു സാധ്യത കാണുന്നത്. വാഹനമൊക്കെ ഓടിക്കുന്നവര് ശ്രദ്ധിച്ചു പോകുക. അതുപോലെ തന്നെ വ്യായാമമൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടുള്ള തലവേദന, പനി ഇവയൊക്കെ പിടിക്കാനുള്ള ഒരു സാധ്യതയും ഈ സമയങ്ങളിൽ കാണുന്നുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ദോഷം ഈ സമയത്ത് കാണുന്നത് വളരെ ക്ഷമ കുറവായിട്ടാണ് കാണുന്നത്. ക്ഷമ വളരെയധികം കുറവായിട്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ജൂൺ 21-നും 26-നും ചില പദ്ധതികളിലേക്കൊക്കെ നിങ്ങൾ എടുത്തു ചാടി
തീരുമാനം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിൽ നിങ്ങൾ ഒറ്റയടിക്ക് മറുപടി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒഴിവാക്കണം. 21, 26 തീയതികള് ചില പൂർത്തിയാക്കാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്ര ദർശനം ചൊവ്വാഴ്ച നടത്തുക. അതുപോലെ തന്നെ ചുവന്ന വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. ചുവന്ന വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ കയ്യിലൊരു ടവൽ പോലെ കൊണ്ടു നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി വളരെയധികം കൂടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദേവതയായിട്ടുള്ള അശ്വിനി ദേവതയെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ 16 മുതൽ 30 വരെയുള്ള കാര്യങ്ങൾ വളരെ സുഗമകരമായിട്ട് പോകുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പാലിച്ച് എല്ലാ ദിവസവും ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ ഫലം നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ച് എല്ലാ ദിവസവും ഒന്ന് കണ്ട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം ഉണ്ടാവുന്നതാണ്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോൾ സഹജീവികളോട് കരുണ കാണിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.